ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു സ്ഥലത്തേക്കാണ്. ഇന്ന് നമ്മുടെ യാത്ര കഴിഞ്ഞ ദിവസം നമുക്ക് സൺറൈസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലം വരെ എത്തിയേക്കാണ്. അയ്യപ്പൻമുടി കോതമംഗലത്ത് നിന്ന് ജസ്റ്റ് 6 കിലോമീറ്റർ അകലത്തിൽ മാത്രമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അയ്യപ്പൻമുടി എന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു പാറയുടെ മുകളിലൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നാൽ നമുക്ക് കോതമംഗലത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ കാഴ്ച അങ്ങോട്ടേക്കാണ്. അയ്യപ്പൻമുടി കോതമംഗലത്തിൻ്റെ സ്വന്തം സ്ഥലം. കോതമംഗലം തന്നെ ഇടുക്കിയുടെ കവാടമെന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ കവാടങ്ങൾക്കുമുള്ള പ്രത്യേകത പോലെ തന്നെ കോതമംഗലത്തിനുമുണ്ട് പ്രത്യേകതകൾ. അതിലൊന്ന് നമ്മുടെ ഈ അയ്യപ്പൻമുടി തന്നെയാണ്. അയ്യപ്പൻമുടിയിലെ പ്രഭാത കാഴ്ചകൾ ഏറെ മനോഹരമാണ്. ഒരുപക്ഷെ ഒരു സിനിമോട്ടോഗ്രാഫറുടെ കാഴ്ചയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രഭാതങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രദേശം. നീണ്ടു നിവർന്നു കിടക്കുന്ന വലിയൊരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അയ്യപ്പ ക്ഷേത്രം. പലവട്ടം കേട്ട കഥകളിലൂടെ പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ പണ്ട് കാട്ടിലൂടെ വേട്ടയാടാൻ പോയപ്പോൾ ഇവിടെ വന്ന് വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ മലമുകളിൽ ഒരു ക്ഷേത്രം കൂടിയുണ്ട്, അയ്യപ്പ ക്ഷേത്രം. ക്ഷേത്രവും മഞ്ഞും മലയും എല്ലാം ചേരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്ന ഒരു പ്രദേശം കൂടിയായിട്ട് മാറുകയാണ് ഈ അയ്യപ്പൻമുടി. അതിരാവിലെയോ വൈകുന്നേരങ്ങളോ ആണ് ഏറ്റവും അനുയോജ്യം. എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഈ പ്രഭാത കാഴ്ചകളായിരുന്നു. സൂര്യൻ ഉദിക്കും മുമ്പേ എത്തിച്ചേർന്ന ഞങ്ങൾക്ക് മുന്നിൽ കിട്ടിയത് ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. കാഴ്ചകളുടെ ഒരു സുഗന്ധമായിരുന്നു. അയ്യപ്പൻമുടിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കോതമംഗലത്ത് നിന്ന് നാടുകാണി വഴി 3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമ്മൾക്ക് ഈ അയ്യപ്പൻമുടിയിൽ എത്തിച്ചേരാം. അയ്യപ്പൻമുടിയിൽ നിന്നും ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂതത്താൻകെട്ടും കുട്ടമ്പുഴയും തട്ടേക്കാടും എല്ലാം നിങ്ങൾക്ക് കാണുവാനും സാധിക്കും. ഇനിയും പൂക്കാത്ത പൂക്കളെ ഓർത്ത് കാത്തു നിൽക്കുന്ന പാലമരം. ഈ പാലമരച്ചോട്ടിലിരുന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ എനിക്കും നിനക്കും കിട്ടുന്നത് ഒന്നു മാത്രം: യാത്രകൾ. മനോഹരമായിട്ടുള്ള യാത്രകൾ എന്നും എൻ്റെയും നിൻ്റെയും സ്വപ്നങ്ങളാണ്. ഇനി ഈ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. നമുക്കിനിയും അടുത്ത യാത്രയിൽ കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം, ഞാൻ ഷിനീദ്, ദ നാവിഗേറ്റർ.